മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹലോകത്തെക്കുറിച്ചാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ക്രോഡീകരിച്ചിട്ടുള്ളത് യൂസുഫ് ഫൈസി കാഞ്ഞിപ്പുഴ എന്ന പണ്ഡിതൻ എഴുതിയ മദീനയിലേക്കുള്ള വഴിത്തര എന്ന പുസ്തകത്തിൻ്റെ അതിലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, പ്രവാചകനും സത്യവിശ്വാസിയും, അതിൽ അള്ളാഹുവും പ്രവാചകനും തമ്മിലുള്ള വിഷയങ്ങൾ പറയുന്നുണ്ട്. പ്രവാചകൻ പരലോകത്തിൽ, അവൻ നബിയും സത്യവിശ്വാസിയും, ബന്ധങ്ങൾ, ബർസഹി ജീവിതത്തിൽ, ഇങ്ങനെയുള്ള വിഷയങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ പ്രപഞ്ചത്തിൻ്റെ പ്രകാശം എന്ന ഒരു മെയിൻ ഹെഡിങ്ങിൽ ആദ്യ സൃഷ്ടിയായി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തെളിവുകൾ ഉദ്ധരിച്ച് പറയുന്നു. അതിൽ അന്ത്യപ്രവാചകനാണ് എന്നത്. പിന്നെ വംശവിശുദ്ധിയുടെ നിദാനം എന്നത്, മാതാപിതാക്കൾ മുസ്ലിങ്ങളാണ് എന്ന വിഷയം പറയുന്നുണ്ട്. പ്രകാശത്തിൻ്റെ പൊരുൾ, അതുപോലെ സൗന്ദര്യത്തിൻ്റെ സൂര്യ തേജസ് എന്നീ വിഷയങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. പിന്നെ വേറൊന്നാണ് കാരുണ്യത്തിൻ്റെ അക്ഷയഖനി. കാരുണ്യം കുട്ടികളുടെ, അതുപോലെ കാരുണ്യം ജന്തുക്കളോട്, കുട്ടികളോട് ഉള്ള കാരുണ്യം, അവിടുത്തെ കാരുണ്യം, അതുപോലെ ജന്തുക്കളോട് അവിടുന്ന് കാണിച്ച കാരുണ്യം എന്നീ വിഷയങ്ങൾ അവിടെ പറയുന്നുണ്ട്. പിന്നെ പുണ്യങ്ങളുടെ പൂനിലാവ് എന്ന ഹെഡിങ്ങിൽ അവിടുത്തെ ഉമിനീര്, അതിനെക്കുറിച്ച് വിവരിക്കുന്നു. ശിരോരോമങ്ങൾ, അതുപോലെ വിയർപ്പ് കണങ്ങൾ, സ്പർശനം, അവിടുത്തെ സ്പർശനത്തിൻ്റെ പ്രത്യേകത, പരിശുദ്ധ നാമത്തിൻ്റെ പ്രത്യേകതകൾ, ഇതെല്ലാം വിവരിക്കുന്നുണ്ട്. അതുപോലെ പാദരക്ഷയുടെ ശീതളച്ചായൽ എന്ന ഹെഡിങ്ങിൽ പാദരക്ഷയുടെ ശീതളച്ചായ അവിടുത്തെ നിഴൽ മുബാറക്കത്തെക്കുറിച്ച് വിശദമായി വിവരിക്കുന്നുണ്ട്. പ്രവാചകന്മാരിൽ അതുല്യൻ എന്ന വിഷയത്തിൽ, പ്രവാചകന്മാരിൽ അതുല്യൻ എന്നതും അള്ളാഹുവിൻ്റെ ഹബീബി എന്ന വിഷയങ്ങളും അവിടെ പറയുന്നുണ്ട്. അതുപോലെ പ്രവാചക സവിശേഷതകൾ എന്ന വിഷയങ്ങൾ പറയുന്നതിൽ മനുഷ്യർക്കില്ലാത്ത പ്രത്യേകതകൾ, പ്രത്യേകമായ, സാധാരണ മനുഷ്യർക്കില്ലാത്ത അവിടുത്തെ പ്രത്യേകമായ പ്രവാചകൻ, അവിടുത്തെ പ്രത്യേകമായ സവിശേഷതകൾ, അതുപോലെ നിയമങ്ങളിലെ പ്രത്യേകതകൾ, പ്രത്യേകമായി പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമുള്ള പ്രത്യേകമായ നിയമങ്ങൾ, അതുപോലെ അമാനുഷിക സംഭവങ്ങൾ എന്നിവ അതിൽ വിവരിക്കുന്നുണ്ട്. പിന്നെ വിശുദ്ധ ജീവിതം എന്ന വിഷയത്തിൽ അള്ളാഹുവിൻ്റെ ശിക്ഷണത്തിൽ അവിടുന്ന് ഉയർന്നു വന്നത്, അള്ളാഹു പ്രത്യേകമായി അവരെ അതബ് പഠിപ്പിച്ച്, അതബ് ഏറ്റവും വലിയ ഒരു രൂപത്തിലേക്ക്, ഏറ്റവും സൃഷ്ടികളിൽ ഉത്തമരായി അവരെ എത്തിച്ചത്, അതുപോലെ മനുഷ്യരാണ് എങ്കിലും അവിടുത്തെ പ്രത്യേകതകളും. പിന്നെ പ്രവാചക നിന്ദ, അപകടം, പ്രവാചകരെ നിന്ദിക്കുക എന്നത് എല്ലാ നിലക്കും മനുഷ്യൻ്റെ അപകടമാണ് എന്ന വിവരങ്ങൾ പറയുന്നുണ്ട്. പിന്നെ അവിടുത്തെ കുറിച്ച് പറയുന്ന മറ്റൊരു വിഷയമാണ് തീരങ്ങളില്ലാത്ത വിജ്ഞാന സാഗരം. പ്രവാചക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകന്മാരുടെ ഗുരുദൂതയാണ്, എല്ലാ പ്രവാചകന്മാരുടെയും മേലെയാണ് അവിടുന്ന്, അതുപോലെ അദൃശ്യ കാര്യങ്ങൾ അറിയും എന്നീ വിഷയങ്ങൾ അതിൽ വിവരിക്കുന്നുണ്ട്. പിന്നെ അവിടുത്തെ സ്വഭാവ മാഹാത്മ്യത്തെക്കുറിച്ച് പറയുന്നതിൽ അവിടുത്തെ സഹനം, ഔദാര്യശീലം, ധീരത, കായിക ശക്തി, അതുപോലെ ലജ്ജാശീലം, ഐഹിക വിരക്തിയും, അതുപോലെ ഭയഭക്തിയും, നീതി നിഷ്ഠ, വാഗ്ദത്ത പാലനം, അതുപോലെ വിനയം, കുടുംബ ജീവിതത്തിൽ അവിടുത്തെ പ്രത്യേകതകൾ, നർമ്മബോധം, അതുപോലെ നയചാതുര്യം, ആദർശ പ്രതിബദ്ധത, അതുപോലെ വിശ്വാസ സ്ഥൈര്യം തുടങ്ങിയ അവിടുത്തെ പ്രത്യേകതകൾ എല്ലാം വിവരിക്കുന്നുണ്ട്. പിന്നെ വേറൊരു വിഷയമാണ്, ഹെഡിങ്ങാണ് പ്രവാചക സ്നേഹം എന്നത്. അതിൽ സ്വഹാബത്തിൻ്റെ പ്രവാചക സ്നേഹം അതിനെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. അതുപോലെ വേർപാടിൽ വിതുമ്പിയ സ്നേഹ ഹൃദയങ്ങൾ, അവിടുന്ന് വഫാത്തായ സമയത്തുള്ള അവിടുത്തെ ആ സന്ദർഭത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അചേതന വസ്തുക്കൾക്കും ഉള്ള അവിടുത്തോടുള്ള സ്നേഹത്തെക്കുറിച്ച് പറയുന്നു. അതുപോലെ സ്നേഹത്തിൻ്റെ സൽഫലങ്ങളെക്കുറിച്ച് പറയുന്നു. സ്നേഹത്തിൻ്റെ നിർവചനം എന്നത് വിവരിക്കുന്നു. പിന്നെ അതുപോലെ മറ്റൊന്നാണ് ആദരവിൻ്റെ അർത്ഥതലങ്ങൾ എന്നത്. ബഹുമാനം, അത് മരണശേഷവും വേണം എന്ന് വിവരിക്കുന്നു. ബഹുമാനം പ്രവാചക വചനങ്ങളോടും വേണം, ഹദീസുകളോടും വേണം എന്ന് വിവരിക്കുന്നു. അതുപോലെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും ബഹുമാനിക്കണം എന്ന വിഷയം അവിടെ വിവരിക്കുന്നുണ്ട്. പിന്നെ മദീനയിലെ സ്വർഗീയോദ്യാനം എന്ന മെയിൻ ഹെഡിങ്ങിൽ കൊടുക്കുന്നുണ്ട്. മദീനയുടെ മഹത്വത്തെക്കുറിച്ച്, മഹത്വത്തിൻ്റെ നിദാനം എന്താണ് എന്ന് വിവരിക്കുന്നു. സ്വർഗീയാരാമം എന്നാൽ എന്താണ് എന്ന്, അതുപോലെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ് എന്നത് വിവരിക്കുന്നുണ്ട്. അതുപോലെ കണ്ണിലും കനവിലും പുണ്യ റസൂൽ എന്ന ഹെഡിങ്ങിൽ വഫാത്തിനു ശേഷം, അതുപോലെ ദർശനം, സ്വപ്നത്തിൽ, ഉണർവിലും
പിന്നെ സ്വപ്നത്തിലെ അനുഭവങ്ങൾ എന്ന വിവരങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. പ്രകൃതത്തിൻ്റെ സത്യശാസ്ത്രം എന്ന പ്രകൃതത്തിൻ്റെ തത്വശാസ്ത്രം എന്ന മെയിൻ ഹെഡിങ്ങിൽ സ്വഹാബികളുടെ പ്രവാചക കീർത്തനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ സജ്ജനങ്ങളുടെ സംഭാവനകൾ, പ്രകീർത്തനം ആസ്വദിക്കുന്ന പ്രവാചക സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അതോടുകൂടെ ഇതിൻ്റെയൊക്കെ പുതിയ രൂപമായ നബിദിനത്തെക്കുറിച്ച് വിഷയം വിവരിക്കുന്നുണ്ട്. പിന്നെ ആധ്യാത്മിക ലോകത്തെ രാജവീതി എന്ന വിഷയത്തിൽ സ്വലാത്തിൻ്റെ ശ്രേഷ്ഠത, ജുമാ ദിനത്തിന് നാമം പറയുമ്പോഴും അതുപോലെ എഴുതുമ്പോഴും നാം പാലിക്കേണ്ട മര്യാദകൾ, മഹാത്മാക്കളോടുള്ള അനുഭവങ്ങളും അതുപോലെ സൂഫി സയനി എന്താണ് എന്ന് വിവരിക്കുന്നു. ശരീഅത്തിൻ്റെ പ്രാധാന്യം, മുറബിയായ ഷെയ്ഖ്, അതുപോലെ ആത്മീയ ഗുരുവിൻ്റെ